കൂത്താട്ടുകുളത്തെ KSRTC ബസ്സിൽ കയ്യാങ്കളി. യാത്രക്കാരനെ ബസ് ജീവനക്കാരൻ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. കീറിയ 100 രൂപ നോട്ട് നൽകിയതിന്റെ പേരിലായിരുന്നു തർക്കമെന്ന് കണ്ടെത്തി. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, എന്താണ് ഈ സംഭവം? ഈ കീറിയ 100 രൂപ നോട്ട് നൽകിയതിന്റെ പേരിലാണ് തർക്കം എന്ന് പറയുന്നു. പക്ഷേ ഈ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് വളരെ കഷ്ടം തന്നെയാണ്. കൂത്താട്ടുകുളത്ത് KSRTC ബസ്സിലുണ്ടായ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് KSRTCയിലെ ജീവനക്കാരൻ യാത്രക്കാരനെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ തല്ലുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളടക്കം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തി. അതായത് തൃശ്ശൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോയ KSRTC ബസ്സാണിത്. മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു യാത്രക്കാരൻ ബസ്സിൽ കയറുന്നു. അതിനുശേഷം 75 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം. 100 രൂപ അതിനുവേണ്ടി നൽകുന്നു. പക്ഷേ കീറിയ 100 രൂപ നോട്ടായിരുന്നു. നമ്മൾ കണ്ടക്ടറുമായി സംസാരിച്ചിരുന്നു. കീറിയ 100 രൂപ നോട്ടായിരുന്നു എന്നതാണ് കണ്ടക്ടർ പറയുന്നത്. അതേ തുടർന്ന് ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായി. ആ ഘട്ടത്തിൽ ഈ യാത്രക്കാരൻ പറഞ്ഞു അത്രേ, അതായത് തൻ്റെ കയ്യിൽ ഈ 100 രൂപ നോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ 200 രൂപയുടെ നോട്ട് അടക്കം ഉള്ളതായി കണ്ടു. അപ്പോൾ മറ്റ് യാത്രക്കാരടക്കം വിഷയത്തിൽ ഇടപെട്ടു ഈ നോട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിന് തയ്യാറായില്ല. തുടർന്ന് അത് കയ്യാങ്കളിയിലേക്കും ഒക്കെ വഴിമാറി. ഇതിനിടയിലാണ് ഒരു ജീവനക്കാരൻ, KSRTCയുടെ ആ യൂണിഫോം ഉണ്ട്, ആ ജീവനക്കാരൻ ഈ യാത്രക്കാരനെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു ഏതോ യാത്രക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ട് സമാനമായിട്ടുള്ള പ്രവർത്തികൾ നടത്തുന്നുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഡ്രൈവറാണ് അത്തരത്തിൽ തല്ലിയിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ ഈ പലരോടും ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്നതും. എന്തായാലും ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ KSRTC ബസ്സിലാണെങ്കിലും ബസ്സുകളിലൊക്കെ ആണെങ്കിലും സ്വാഭാവികം. പക്ഷേ ഇത്തരത്തിൽ തല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിലേക്ക് വഴിമാറാൻ പാടില്ലാത്തതാണ്. നടപടി തന്നെ ഇയാൾക്കെതിരെ എടുക്കണം. ഇപ്പോൾ ഒരു ബസ് തടഞ്ഞു നിർത്തിയ സമയത്ത് പലപ്പോഴും ആരോപണം ഉയർന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഗതാഗതം തടസ്സപ്പെടുത്തി, ഒപ്പം ജോലി, ആ മനുഷ്യന്റെ ജോലിയെ തടസ്സപ്പെടുത്തി, ജോലി ചെയ്യാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തി എന്നൊക്കെ. അങ്ങനെ ജോലി ചെയ്യാൻ അവകാശമുള്ള ഒരാൾ യാത്രക്കാരൻ്റെ അവകാശത്തെയോ യാത്രക്കാരൻ്റെ അഭിമാനത്തെയോ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇത്തരം പെരുമാറ്റം നടത്താൻ പാടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കർശനമായ നടപടി ഇതിനെതിരെ ഉണ്ടാവണം. കാരണം എന്ത് തന്നെയായാലും, അല്ലേ? രാഗിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.